ഗുഡ് മോർണിംഗ്. ഇത് നമ്മൾ ബയോളജിയാണ് എടുക്കാൻ പോണത്. ബയോളജിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ 28ാമത്തെ ചാപ്റ്ററാണ്. അതായത് ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത്. ബയോളജിയിൽ 28ാമത്തെ ചാപ്റ്റർ ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത്. അപ്പോൾ ഇതിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച്, ഈ ഭക്ഷണത്തിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ എങ്ങനെയാണ് കഴിക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തിനാണ് കഴിക്കേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാനായിട്ട് പോണത്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിന് തന്നെ നമുക്ക് പലതരത്തിൽ തിരിക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് നമുക്ക് പലതരത്തിൽ തിരിക്കാം. ഒന്ന് എന്താണ്, നമുക്ക് ഊർജ്ജത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ. നമുക്ക് നമ്മുടെ ലൈഫ് പ്രോസസ്സുകൾ നടത്തണം, നമുക്ക് ജീവിക്കണം, മെയിൻ്റെടുക്കണമൊക്കെ വേണം. അപ്പോൾ അതിനെന്ത് വേണം? ഊർജ്ജം വേണം. അങ്ങനെയുള്ള ഊർജ്ജാവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, ഫാറ്റ്സ്, ഓയിൽസ്, സീരിയൽസ്, ഷുഗർ, ഇതൊക്കെ എന്താണ്? ഊർജ്ജം പ്രദാനം ചെയ്യുന്നതാണ്. അടുത്തത് ബോഡി ബിൽഡിംഗ് ഫുഡ്സ്. അതായത് നമ്മുടെ കോശങ്ങളെ പുനർനിർമ്മിക്കുക അല്ലെങ്കിൽ കോശങ്ങളെ നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു ടൈപ്പ് ഫുഡ്സ്. അതിനെയാണ് എന്ത് പറയണത്? ബോഡി ബിൽഡിംഗ് ഫുഡ്സ്. കാരണം നമ്മൾ എഗ്ഗ്, മീറ്റ് ഇതൊക്കെ കഴിക്കുമ്പോൾ പ്രോട്ടീൻസ് വേണം, അങ്ങനെയുള്ള എക്സ്ട്രാ സാധനങ്ങൾ വേണം. ഇനി ഒരു ടൈപ്പ് ഫുഡ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് റെഗുലേറ്ററി ഫുഡ്. അതായത് നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ സംരക്ഷിക്കുക, അങ്ങനെയുള്ള തരം ഫുഡുകളാണ് എന്ത്? പ്രൊട്ടക്റ്റീവ് റെഗുലേറ്ററി ഫുഡ്. ഇപ്പോൾ നമ്മൾ അമല, അതായത് നെല്ലിക്ക കഴിച്ചു, സിട്രസ് കഴിച്ചു, ഓറഞ്ച് കഴിച്ചു, ഇതൊക്കെ എന്താണ്? നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്നുണ്ട്. അപ്പം അങ്ങനെ 3 തരത്തിലാണ് ഫുഡുകൾ ഉള്ളത്. ഇനി എന്താണ് ന്യൂട്രിയൻസ് എന്ന് നോക്കാം. എന്താണ് ന്യൂട്രിയൻസ്? ന്യൂട്രിയൻസ് ആർ ദ ഓർഗാനിക് സബ്സ്റ്റൻസസ് വിച്ച് ഹെൽപ്പ് ഇൻ അവർ സർവൈവൽ ആൻഡ് മെയിൻറ്റെയിനിങ് പ്രോപ്പർ ഹെൽത്ത്. നമുക്ക് ജീവിക്കാനും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും വേണ്ട നമുക്ക് ആവശ്യമുള്ള സബ്സ്റ്റൻസുകൾ, ഓർഗാനിക് സബ്സ്റ്റൻസുകളെയാണ് എന്ത് പറയുക? ന്യൂട്രിയൻസ് എന്ന് പറയുക. നമ്മളെപ്പോഴും പറയും എന്താണ്? ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കണം എന്ന് പറയും. ഇപ്പോൾ പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ്, ഇതൊക്കെ എന്താണ്? ന്യൂട്രിയൻസ് ആണ്. അതായത് നമുക്ക് വൈറ്റമിൻസിനെ കുറിച്ച് നോക്കാം. വൈറ്റമിൻസ് എന്താണെന്ന് നോക്കാം കേട്ടോ. വൈറ്റമിൻസ് ആർ കോംപ്ലക്സ് കെമിക്കൽ സബ്സ്റ്റൻസസ് റിക്വയർഡ് ബൈ ദ ബോഡി ഇൻ വെരി സ്മോൾ എമൗണ്ട്. അതായത് നമ്മുടെ ശരീരത്തിന് കുറച്ച് മാത്രം ആവശ്യമുള്ള ഒരു സബ്സ്റ്റൻസുകളാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവരെങ്ങനെയാണ് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ, ശരീരത്തിന് ശരിയായ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവർ എസെൻഷ്യലാണ്. വൈറ്റമിൻസ് നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫാറ്റിൽ ലയിക്കുന്നതും വാട്ടറിൽ ലയിക്കുന്നതും. ഫാറ്റ് സോളിബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഉണ്ട്, വാട്ടർ സോളിബിൾ ആയിട്ടുള്ള വൈറ്റമിൻസും ഉണ്ട്. ഫാറ്റ് സോളിബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ് ADEK. വാട്ടർ സോളിബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ് ബിയും സിയും. അപ്പോൾ ABCDEK അങ്ങനെ അത്രയും വൈറ്റമിൻസ് ആണ് നമുക്കുള്ളത്. അതിൽ ഫാറ്റിൽ ലയിക്കുന്നതാണ് ADEK, വാട്ടർ ലയിക്കുന്നതാണ് ബിയും സിയും. ഇനി നമുക്ക് മെയിനായിട്ട് ഇതിൽ നോക്കാനുള്ളത് ഓരോ വൈറ്റമിൻസിൻ്റെ കുറവ് മൂലം നമുക്കുണ്ടാവുന്ന അസുഖങ്ങളാണ്. വൈറ്റമിൻ B1ൻ്റെ കുറവ് മൂലമാണ് ബെറി എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാവുന്നത്. B2ൻ്റെ കുറവ് മൂലമാണ് റൈബോഫ്ലാവിനോസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാവുന്നത്. വൈറ്റമിൻ B3യുടെ കുറവ് മൂലമാണ് പെല്ലഗ്ര എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാവുന്നത്. B12ൻ്റെയാണ് പെർനീഷ്യസ് അനീമിയ. ഇനി വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് സ്കർവി. വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ് സിറോഫ്താൽമിയ, നൈറ്റ് ബ്ലൈൻഡ്നെസ് ഒക്കെ ഉണ്ടാവുന്നത്. ഇനി വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് റിക്കറ്റ്സ്. മുതിർന്നവരിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഓസ്റ്റിയോമലേഷ്യ. വൈറ്റമിൻ ഇ കുറവ് മൂലം എന്താണ്? നമ്മുടെ പ്രത്യുൽപാദന ശേഷി ഇല്ലാതാവാണ് ചെയ്യുക, സ്റ്റെറൈലാവുക ചെയ്യാം. വൈറ്റമിൻ കെയുടെ കുറവ് മൂലമാണ് ഹെമറേജ്, എന്ന് വെച്ചാൽ എക്സസീവ് ബ്ലീഡിങ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ വൈറ്റമിൻസും അതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളും. കാരണം മാച്ച് ദ ഫോളോയിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബയോളജിയിൽ കുറേ കാണാനുണ്ട്. അതിൽ ഇതൊക്കെ ചോദിക്കാവുന്നതാണ്. ഇനി അടുത്ത ന്യൂട്രിയൻ്റ് ആണെന്ത്? മിനറൽസ് എന്ന് പറയാം. മിനറൽസ് എന്ന് പറയുമ്പോൾ മിനറൽസ് ആർ മാക്രോ ന്യൂട്രിയൻസ് റിക്വയർഡ് ഇൻ വാരിയിങ് എമൗണ്ട് ഫോർ പ്രോപ്പർ ഫങ്ഷനിങ്, നാച്ചുറൽ ഗ്രോത്ത് ആൻഡ് കീപ്പിംഗ് ഫുഡ് ഹെൽത്ത് ഇൻ അവർ ബോഡി. വൈറ്റമിൻസിനെ പോലെയുള്ള ഒരുപാട് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഓരോ മിനറൽസും ഓരോ തരത്തിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ പ്രോപ്പറായിട്ടുള്ള നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും നമ്മുടെ നോർമൽ ഗ്രോത്തിന് വേണ്ടിയിട്ടും ഒക്കെ എന്താണ്? നമുക്ക് മിനറൽസ് ആവശ്യമാണ്. മിനറൽസിൻ്റെ ഫങ്ഷൻസ് നോക്കാം കേട്ടോ. എസെൻഷ്യൽ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ബോൺ ആൻഡ് ടീത്ത്. പല്ലിൻ്റെയും എല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഏതായിരിക്കും? കാൽഷ്യം, ഫോസ്ഫറസ് ഒക്കെയാണ്. റെഗുലേറ്റ് ദ ഫ്ലൂയിഡ് ബാലൻസ് ആൻഡ് ആസിഡ് ആൽക്കലൈനിറ്റി ഓഫ് ദ ബോഡി ഫ്ലൂയിഡ്. നമ്മുടെ ആ ഒരു ബോഡിയിലുള്ള ഫ്ലൂയിഡ് ബാലൻസ് നിലനിർത്താൻ വേണ്ടിയിട്ട്.
സോഡിയം, പൊട്ടാസ്യം അതൊക്കെ നമുക്ക് ആവശ്യമാണ്. അയൺ ഈസ് ദ മേജർ കമ്പോണൻ്റ് ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ്റെ മേജർ കമ്പോണൻ്റ് ആണ് അയൺ എന്ന് പറയുന്നത്. അയണിൻ്റെ കുറവ് മൂലം നമുക്ക് എന്തുണ്ടാവാം? അനീമിയ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവാം. അയഡിൻ ഈസ് റിക്വയർഡ് ഫോർ സിന്തസിസ് ഓഫ് തൈറോയ്ഡ് ഹോർമോൺ തൈറോക്സിൻ ടു റെഗുലേറ്റ് ദ റേറ്റ് ഓഫ് ഓക്സിഡേഷൻ ഓഫ് എനർജി ഓഫ് സോഴ്സസ് വിത്തിൻ സെല്ല്. പിന്നെ തൈറോക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിന് അയഡിൻ എന്ന് പറയുന്നൊരു മിനറൽ ആവശ്യമാണ്. തൈറോക്സിനാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയുടെ മെറ്റബോളിക് റേറ്റും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. സിങ്ക്, കോപ്പർ ആൻഡ് മാഗ്നീഷ്യം റെഗുലേറ്റ് വൈറ്റൽ റിയാക്ഷൻസ് ഇൻ അവർ ബോഡി. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് മിനറൽസിൻ്റെ ഫങ്ഷൻസ്. നേരത്തെ വൈറ്റമിൻസിൻ്റെ കുറവ് മൂലം കണ്ട അസുഖങ്ങളെ പോലെ ഈ മിനറൽസിൻ്റെ കുറവ് മൂലമുള്ള അസുഖങ്ങൾ നോക്കാട്ടോ. കാൽഷ്യത്തിൻ്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് ഉണ്ടാവുന്ന കുട്ടികൾ. അതുപോലെ നമ്മൾ വേറെ ഏതാ പറഞ്ഞ റിക്കറ്റ്സ് ഉണ്ടാവുന്നത്? വൈറ്റമിൻ ഡി. മുതിർന്നവരിലാണെങ്കിൽ ഓസ്റ്റിയോ മലേഷ്യ. അയണിൻ്റെ കുറവ് മൂലമാണ് അനീമിയ ഉണ്ടാവുക. അയഡിൻ്റെ കുറവ് മൂലമാണ് ഗോയിറ്റർ ഉണ്ടാവുന്നത്. ഫോസ്ഫറസിൻ്റെ കുറവ് മൂലം റിക്കറ്റ്സ്, ഓസ്റ്റിയോ മലേഷ്യ ഒക്കെ ഉണ്ടാവും. സോഡിയം, പൊട്ടാസ്യം കുറവ് മൂലമാണ് ബ്ലഡ് പ്രഷർ ഉണ്ടാവുന്നത്. സോഡിയത്തിന് പൊട്ടാസ്യത്തിന് കുറവ് മൂലമാണ് ബ്ലഡ് പ്രഷർ ഉണ്ടാവുന്നത്. കാരണം നമ്മുടെ ഫ്ലൂയിഡ് റീടെൻഷൻ അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ ആ ഒരു ഇത് റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇനി റഫേജുകൾ എന്ന് പറയുന്നത് നമ്മൾ പഴങ്ങളിലും പച്ചക്കറികളിലും ഒക്കെ എന്താണ് ഉള്ള ഫൈബറിനെയാണ് നമ്മൾ റഫേജ് എന്ന് പറയാം. ഈ റഫേജുകൾ എന്ത് ചെയ്യും? നമ്മൾ ആ റഫേജുകളിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് നന്നായിട്ട് ക്ലീൻ ചെയ്യും. അതേപോലെ കൊളസ്ട്രോളിൻ്റെയും ഷുഗറിൻ്റെയും ഒക്കെ അളവ് കുറയ്ക്കാനായിട്ട് അത് സഹായിക്കും. ഇനി നമ്മൾ കുറേ അസുഖങ്ങൾ കണ്ടു. അതിൽ ചില അസുഖങ്ങൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇതിലുള്ളതല്ല, വേറെ കുറേ അസുഖങ്ങൾ. അതിലൊന്നാണ് മരാസ്മസ് എന്ന് പറയാം. മരാസ്മസ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ ഇതിൻ്റെയൊക്കെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു അസുഖമാണ് എന്ത്? മരാസ്മസ് എന്ന് പറയുന്ന അസുഖം. ഈ മരാസ്മസിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് വാസ്റ്റിംഗ് ഓഫ് മസിൽസ്, റെഡ്യൂസ് ദ ചൈൽഡ് ടു സ്കിൻ ആൻഡ് ബോൺസ്. അതായത് ഇങ്ങനെ തൂങ്ങി നിൽക്കുക, തൊലിയൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരവസ്ഥ. പിന്നെ ഫോൾഡഡ് സ്കിൻ, ചുക്കിച്ചുളിഞ്ഞ സ്കിന്ന്, ഇതൊക്കെ എന്താണ്? മരാസ്മസിൻ്റെ സിംറ്റംസ് ആണ്. പിന്നെ സൺകൻ ഐസ്, തിൻ ഫേസ്, തിന്നിങ് ഓഫ് ലിംസ് ആൻഡ് അബ്ഡോമിനൽ വാൾ, വയറും കൈയും കാലൊക്കെ ഇങ്ങനെ ഒട്ടിക്കെടുക്കുന്ന ഒരു രൂപം. റിട്ടാർഡ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഗ്രോത്ത്, നമുക്കിങ്ങനെ ബുദ്ധിക്കും ശരീരത്തിനൊക്കെ എന്തൊരു വളർച്ചയൊക്കെ ഒന്ന് മുരടിച്ച് പോകുന്നൊരവസ്ഥ. റിപ്സ് ബിക്കം പ്രോമിനൻറ്റ്, ഇങ്ങനെ എന്താ പറയുക, വാരിയലുകളൊക്കെ കാണാം. നമ്മൾ ചില പറയില്ലേ അസ്ഥി എക്സ്റേ എടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലേക്ക്. എഡിമ ആൻഡ് സ്കിൻ പിഗ്മെൻറ്റേഷൻ ആർ പ്രസൻറ്റ്. ചില സമയത്ത് എങ്ങനെയാണ് നീരുകൾ കാണാം, സ്കിന്നിൽ ചെറിയ ചെറിയ കളറേഷൻസൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കാണാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം? പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ഇതിൻ്റെയൊക്കെ കുറവുമാണ്. ഇനി അടുത്ത അസുഖമാണ് ക്വാഷിയോർക്കർ. ക്വാഷിയോർക്കർ എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖമാണ് ക്വാഷിയോർക്കർ. ഇനി അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് അണ്ടർ വെയിറ്റ് കുറയുക, അതായത് ആവശ്യത്തിനുള്ള വെയിറ്റിനേക്കാളും കുറവ് വെയിറ്റ് ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ പ്രൊട്രൂഡിങ് ബെല്ലി, വയറിങ്ങനെ ഒരുമാതിരി വീർത്തിരിക്കുക, കുംഭവയർ പോലെ ഇരിക്കുക. ദ സ്കിൻ ഈസ് ഡാർക്ക് ആൻഡ് സ്കെയിലി, സ്കിന്നെന്ന് പറയുന്നത് വളരെ ഇരുണ്ട് ചെതമ്പൽ പോലെ ഇങ്ങനെ ഒരു ചെറിയ ശൽക്കങ്ങൾ പോലെയൊക്കെ ഇങ്ങനെ ഇരിക്കുക. എൻലാർജ്ഡ് ലിവർ വലുതായിട്ടിരിക്കുക. അനീമിയ ഉണ്ടാവുക. അതേപോലെ തന്നെ ഡയറിയ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയറിളക്കങ്ങൾ ഉണ്ടാവുക. സ്റ്റണ്ടഡ് ഗ്രോത്ത്, വളർച്ച ഇങ്ങനെ മുരടിച്ച് പോവുക. ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വിശപ്പില്ലാതിരിക്കുക. മുടിയൊക്കെ ഇങ്ങനെ ചെമ്പിച്ചിരിക്കുക, റെഡിഷ് ആയിട്ടിരിക്കുക. സ്വെല്ലിംഗ് ഓഫ് ലെഗ്സ് ആൻഡ് ഫീറ്റ് ഡ്യൂ ടു റീടെൻഷൻ ഓഫ് വാട്ടർ ബൈ ദ സെൽ, അതായത് നീര് വയ്ക്കുന്നത് കൊണ്ട് എന്താണ് കാലുമേയും അവിടെ ഇവിടെയൊക്കെ അതായത് വാട്ടർ റിട്ടൻഷൻ ഇല്ലാത്തത് കൊണ്ട് നീര് വെച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ക്വാഷിയോർക്കറിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഇനി വേറൊരു അസുഖമാണ് ഗോയിറ്റർ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഗോയിറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിന് അയഡിൻ എന്ന് പറയുന്ന മിനറൽ അത്യാവശ്യമാണ്. അപ്പോൾ ഈ അയഡിൻ്റെ കുറവുണ്ടാകുമ്പോൾ നമ്മുടെ ആ തൈറോയിഡ് ഗ്രന്ഥി തന്നെ എന്താണ് തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഒരു ശ്രമം നടത്തും. അതിൻ്റെ ഭാഗമായിട്ട് ആ ഗ്രന്ഥി ഇങ്ങനെ എൻലാർജ് ചെയ്ത് വരും. ആ ഒരു അസുഖമാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഇനി ഗോയിറ്ററിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഉന്തിയ പ്രൊട്രൂഡിങ് ഐസ്, കണ്ണൊക്കെ ഇങ്ങനെ തള്ളി നിൽക്കുക. സ്റ്റണ്ടഡ് ഗ്രോത്ത്, വളർച്ച മുരടിച്ച് പോവുക. പഫി അപ്പിയറൻസ്, അതായത് നമ്മളിങ്ങനെ ഒരു ആകെ ചീർത്ത പോലത്തെ ഒരു അസുഖം ഉണ്ടാവുക. ഹൃദയമിടിപ്പ്, ഇറഗുലർ ഹാർട്ട് ബീറ്റ്, ഒരു കൺട്രോളിലാണ്ടിരിക്കുക.
അതുപോലെ തന്നെ ബുദ്ധിമാന്യം ഉണ്ടാവും. അതൊക്കെയാണ് എന്ത് ഗോയിറ്ററിൻ്റെ ലക്ഷണങ്ങൾ. ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള വേറെ എക്സ്ട്രാ പഠിക്കാനുള്ള ഒരു 3 അസുഖങ്ങൾ. അപ്പോൾ ഈ അസുഖങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി ഇതിൽ വരുന്നതാണ് വേറെ റിക്കറ്റ്സും ഓസ്റ്റിയോമലേഷ്യയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. രണ്ടും എന്താണ്? കാൽഷ്യം, ഫോസ്ഫറസ് അതുപോലെ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖമാണ്. റിക്കറ്റ്സ് കുട്ടികളിലാണ് ഉണ്ടാവുന്നത്, ഓസ്റ്റിയോമലേഷ്യ മുതിർന്നവരിലാണ് ഉണ്ടാവുന്നത്. ഇനി ഇത് മാത്രമല്ല, കൂടുതൽ അളവിൽ വൈറ്റമിൻസ് കയറിയാലും നമുക്ക് പ്രശ്നമാണ്. ഇനി വാട്ടർ എന്താണ് നമ്മുടെ ആവശ്യം? വാട്ടറിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്, വാട്ടറാണ് നമ്മുടെ എല്ലാ വൈറ്റൽ ഫങ്ഷൻസിൻ്റെയും എന്താണ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ തന്നെ എന്താണ് ഇത്രയും % വാട്ടറാണ്. അപ്പോൾ വാട്ടർ ഇല്ലെങ്കിൽ എന്താണ് ഇതൊന്നും നടക്കില്ല. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ വെള്ളം കുടിക്കണം. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് വാട്ടറിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ട്, ട്രാൻസ്പോർട്ട് ആൻഡ് ഡൈജഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസിൻ്റെ ട്രാൻസ്പോർട്ടും അവരുടെ ഡൈജഷനൊക്കെ വെള്ളം ആവശ്യമാണ്. എലിമിനേറ്റ് വേസ്റ്റ് മിനറൽസ് യൂറിൻ വഴി, ഹെൽപ്പ് ഇൻ വേരിയസ് റിയാക്ഷൻസ് ഇൻ ബോഡി, മെയിൻറ്റെയിൻസ് ബോഡി ടെമ്പറേച്ചർ. ഇതിനൊക്കെ വാട്ടർ ആവശ്യമാണ്. അപ്പോൾ ആരോഗ്യമുള്ള ഒരാൾ എത്ര വെള്ളം കുടിക്കണം? 8 ഗ്ലാസ് വെള്ളം, അതായത് 2.5-3 ലിറ്റർ വെള്ളം കുടിക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്റർ നോക്കാനുള്ളത്. ഒരു കുഞ്ഞ് ചാപ്റ്ററാണ്, നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിക്കാം. താങ്ക് യു.